എൻ്റെ യൂട്യൂബ് ചാനലായ എ പെൻഷനേഴ്സ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ ഏതാണ്ട് 5,00,000-അടുത്ത സർക്കാർ ജീവനക്കാരുണ്ട്. വിവിധ കാറ്റഗറികളിൽപ്പെട്ട സർക്കാർ ജീവനക്കാർ. ഡയറക്റ്റ് എൻട്രി ഗസറ്റഡ് ഓഫീസേഴ്സായിട്ടെത്തുന്ന അസിസ്റ്റൻറ്റ് സർജന്മാർ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അഗ്രികൾച്ചറൽ ഓഫീസേഴ്സ്, ആനിമൽ ഹസ്ബൻഡറി ഓഫീസേഴ്സ്, അതായത് വെറ്ററിനറി സർജൻസ്, പിന്നെ ജിയോളജി, ഫിസിക്സ്, കെമിസ്ട്രി മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത് MSc എടുത്തിട്ടുള്ള വ്യക്തി കാൻഡിഡേറ്റ്സ്, ഇങ്ങനെ വിവിധ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഗസറ്റഡ് ഓഫീസേഴ്സായിട്ടെത്തുന്ന അനേകം കാറ്റഗറികളുണ്ട്. അതുകൂടാതെ നോൺ ഗസറ്റഡ് പോസ്റ്റുകളിൽ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നവരുണ്ട്. അതിലെ ലോവർ ഡിവിഷൻ ക്ലാർക്കുണ്ട്. പിന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന പേരിൽ എടുക്കുന്ന അസിസ്റ്റൻറ്റ്സ്, അവരും ആക്ച്വലി ലോവർ ഡിവിഷൻ ക്ലാർക്സ് തന്നെ. ഇതിൽ ഭാഗ്യം കൊണ്ട് ഗിന്നസ് ബുക്കിൽ കയറാൻ പറ്റിയൊരു വിഭാഗമുണ്ട്. നിങ്ങളൊക്കെ വിചാരിക്കും ഇത് ഈ ഗസറ്റ് ഓഫീസ് എന്തെങ്കിലും ഡോക്ടേഴ്സ് ആയിരിക്കും, എഞ്ചിനീയേഴ്സ് ആയിരിക്കും. പക്ഷേ അവരാരൊന്നും അല്ല. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്യുന്ന നോൺ ഗസറ്റഡ് ഓഫീസേഴ്സാണ് ഏറ്റവും ഭാഗ്യശാലികൾ. കാരണം അവരുടെ ബേസിക് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് വെറും ഒരു ഡിഗ്രി മാത്രമാണ്. ഏതെങ്കിലും വിഷയത്തിലൊരു ഡിഗ്രി, അത് പൊളിറ്റിക്സിലോ ഹിസ്റ്ററിയിലോ എക്കണോമിക്സിലോ വേദാന്തത്തിലോ ഏതെങ്കിലും 3 വർഷത്തെ ഒരു ഡിഗ്രി കോഴ്സ് പാസ്സായ ഒരാൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ട്രസ്റ്റിന് അപ്ലൈ ചെയ്യാൻ ക്വാളിഫൈഡ് ആണ്. പക്ഷേ ഈ കേരള ഗവൺമെൻറ് സർവീസിൽ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ കിട്ടുന്ന കാറ്റഗറി എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റാണ്. ലോകത്തിൽ ഒരിടത്തും ക്ലാർക്കുമാർക്ക് ഇത്രയും കൂടുതൽ പ്രൊമോഷൻ ചാൻസ് കാണത്തില്ല. ഇവർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്യുന്നത് 39,500 തുടങ്ങിയ സ്കെയിലാണ്. കേരളത്തിൽ അകപ്പാട് 27 സ്കെയിലുകളാണ്. അതിൽ ഏതാണ്ട് 10ാമത്തെ സ്കെയിലാണ് താഴെ നിന്ന് പ്യൂൺ തൊട്ട് ഏതാണ്ട് 10ാമത്തെ സ്കെയിലാണ് ഈ 39,500 സ്കെയില്. അത് നോൺ ഗസറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കാറ്റഗറിക്ക് കിട്ടുന്ന സ്കെയിലാണ്. ഏറ്റവും ഹയസ്റ്റ് സ്കെയിൽ എന്ന് പറയുന്നത് 1,29,300 തുടങ്ങുന്ന സ്കെയിലാണ്. സ്റ്റേറ്റിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള 3 സ്കെയിലുകളെ പറ്റി പറയാം. 1,29,300, 1,66,800 അതാണ് ഏറ്റവും ഹയസ്റ്റ് സ്കെയിൽ. അത് നേരത്തെ ഇവിടെ ചീഫ് എഞ്ചിനീയേഴ്സിനും മെഡിക്കൽ ഡയറക്ടർക്കും മാത്രമുള്ള സ്കെയിലായിരുന്നു. അതിൻ്റെ താഴെയുള്ള സ്കെയിലാണ് 1,23,700, 1,66,800. ഇത് രണ്ടാമത്തെ ഹയസ്റ്റ് സ്കെയിൽ. മൂന്നാമത്തെ ഹയസ്റ്റ് സ്കെയിൽ 1,18,700, 1,63,400. ഇതിൽ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 10 പ്രൊമോഷൻസാണ് കിട്ടുന്നത്. ഈ ഇന്ത്യ മഹാരാജ്യത്തോ ഈ ലോകത്തിലോ തന്നെ ഗവൺമെൻറ് സർവീസിൽ എവിടെയെങ്കിലും 10 പ്രൊമോഷൻസ് കിട്ടുന്ന ഒരു കാറ്റഗറി ഉണ്ടായിരിക്കുമോ എന്നുള്ളത് സംശയമാണ്. കാരണം ഇവർ ലോവർ ഗ്രേഡ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്യുന്നു, പിന്നെ ഹയർ ഗ്രേഡ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആകുന്നു, പിന്നെ ലോവർ ഗ്രേഡ് സെക്ഷൻ ഓഫീസർ ആകുന്നു, പിന്നെ സെക്ഷൻ ഓഫീസറുടെ പ്രൊമോഷൻ. അത് തൊട്ട് ഗസറ്റഡ് പോസ്റ്റാണ്. അതായത് 10 വർഷം 12 വർഷം നോൺ ഗസറ്റഡ് പോസ്റ്റിൽ ഇരുന്ന് കഴിഞ്ഞാണ് ഇവർ സെക്ഷൻ ഓഫീസർ ആകുന്നത്. പിന്നെ സെക്ഷൻ ഓഫീസർ കഴിഞ്ഞാൽ അണ്ടർ സെക്രട്ടറി ലോവർ ഗ്രേഡ്, അണ്ടർ സെക്രട്ടറി ഹയർ ഗ്രേഡ്. അത് കഴിഞ്ഞ് ഡെപ്യൂട്ടി സെക്രട്ടറി കഴിഞ്ഞ് ജോയിൻറ്റ് സെക്രട്ടറി കഴിഞ്ഞ് അഡീഷണൽ സെക്രട്ടറി കഴിഞ്ഞ് സ്പെഷ്യൽ സെക്രട്ടറി. 10 പ്രൊമോഷൻസ്. ഈ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള വേറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു കാറ്റഗറിയിലും ഗസറ്റഡ് കാറ്റഗറിയിലും നോൺ ഗസറ്റഡ് കാറ്റഗറിയിലും ഒരു 5-6 പ്രൊമോഷൻസിൽ കൂടുതൽ കിട്ടത്തില്ല. ഇവർക്ക് 10 പ്രൊമോഷൻ കിട്ടുമെന്നല്ല, മാത്രമല്ല ഈ നോൺ ഗസറ്റഡ് പോസ്റ്റിൽ കയറുന്ന ഈ ലോവർ ഡിവിഷൻ ക്ലാർക്കുമാർക്ക് കേരളത്തിലെ ഹയസ്റ്റ് സ്കെയിൽ ഓഫ് പേ ഉള്ള
സ്പെഷ്യൽ സെക്രട്ടറി എന്നൊരു കാറ്റഗറി ഉണ്ടാക്കി 12 പേരെ ആ കാറ്റഗറിയിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. വെറും ഡിഗ്രി മാത്രം മതി. നോൺ ഗസറ്റഡ് കാറ്റഗറിയിൽ 10-12 വർഷം വർക്ക് ചെയ്തവർക്ക് ഈ പ്രൊമോഷനെല്ലാം 15 കൊല്ലത്തെ ഗസറ്റഡ് സർവീസ് കഴിഞ്ഞാൽ അവരിൽ 12 പേർ സ്പെഷ്യൽ സെക്രട്ടറി ആകും. സ്പെഷ്യൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും ഹയസ്റ്റ് സ്കെയിൽ ഓഫ് പേ ഉള്ള 1,29,300 തുടങ്ങുന്ന അത്രയും 15ഓളം പോസ്റ്റുകൾ സെക്രട്ടേറിയറ്റിലുണ്ട്. അതിന് താഴെയുള്ള 1,23,700 തുടങ്ങുന്ന സ്കെയിലുള്ള പോസ്റ്റുകൾ 77 പോസ്റ്റുകൾ അവിടെയുണ്ട്. ഈ 77 ആകെ എത്ര സെക്ഷൻ ഓഫീസേഴ്സാണ് ഉള്ളതെന്ന് കേട്ടെന്നാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ആകെപ്പാടെ 600-650 സെക്ഷൻ ഓഫീസേഴ്സാണ് സെക്രട്ടേറിയറ്റിൽ മൊത്തമായിട്ടുള്ളത്. ആ 650 സെക്ഷൻ ഓഫീസേഴ്സിനെ 1,29,000 ഏറ്റവും ഹയസ്റ്റ് സ്കെയിലിൽ തുടങ്ങുന്ന 15 പോസ്റ്റ്, 1,23,700 തുടങ്ങുന്ന സെക്കൻഡ് ഹയസ്റ്റ് പോസ്റ്റ് അഡീഷണൽ സെക്രട്ടറി, അത് 77 പോസ്റ്റ്. അതായത് 600 സെക്ഷൻ ഓഫീസേഴ്സിനെ 77 അഡീഷണൽ സെക്രട്ടറിമാരുണ്ട്. പിന്നെ ജോയിൻറ്റ് സെക്രട്ടറി 1,12,700 രൂപയിൽ തുടങ്ങുന്ന സ്കെയിൽ ഓഫ് പേ ആണ്. ആ ജോയിൻറ്റ് സെക്രട്ടറിമാർ 70 പേരുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം. 600-650 സെക്ഷൻ ഓഫീസേഴ്സിനെ ഏറ്റവും ഹയസ്റ്റ് സ്കെയിലുള്ള 15 പോസ്റ്റ്, അടുത്തത് അഡീഷണൽ സെക്രട്ടറി ആയിട്ട് 77 പോസ്റ്റ്, ഡെപ്യൂട്ടി സെക്രട്ടറി ആയിട്ട് 70 പോസ്റ്റ്. അതായത് ഈ 600 പേരിൽ ഏതാണ്ട് 25% പേര് സ്റ്റേറ്റിലെ ഏറ്റവും ഹയസ്റ്റ് സ്കെയിൽ ഓഫ് പേ ഉള്ള പോസ്റ്റുകളിലാണ് റിട്ടയർ ചെയ്യുന്നത്. ഇത് ഗിന്നസ് ബുക്ക് ചേർക്കേണ്ടതല്ലേ? ശരിക്കും വായിൽ വെള്ളിക്കരണ്ടിയല്ല സ്വർണ്ണക്കരണ്ടിയായിട്ട് സർവീസിൽ കയറുന്നവരാണിവർ. അത് നമ്മൾ സമ്മതിച്ചേ തീരൂ. ഈ ഗോഡ്സ് ഓൺ കൺട്രിയിലെ ഗോഡ്സ് ഓൺ പീപ്പിളാണിവർ. അപ്പോൾ ഞാൻ അവരുടെ പ്രൊമോഷൻസ് സാധാരണ ഒരു ഏത് പോസ്റ്റാണെങ്കിലും, ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ, ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റിലോ ഏത് പോസ്റ്റാണെങ്കിലും ആ പോസ്റ്റിൻ്റെ സ്കെയിൽ ഓഫ് ഫിക്സ് ചെയ്യാൻ ചില മാനദണ്ഡങ്ങളുണ്ട്. ആ പോസ്റ്റിൽ നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്താണ്, ആ സർവീസിന് കൊടുക്കാൻ അവരെ പ്രാപ്തരാക്കുന്ന അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എന്താണ്, പിന്നെ അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, അവർ ഏതെങ്കിലും ഓഫീസിൻ്റെ ഹെഡായിരിക്കും. ഇങ്ങനെയുള്ള കാറ്റഗറി, ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങളിലാണ് ഓരോ പോസ്റ്റിനും, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണെങ്കിലും, ലോവർ ഡിവിഷൻ ക്ലാർക്ക് ആണെങ്കിലും, സ്പെഷ്യൽ സെക്രട്ടറി ആണെങ്കിലും എല്ലാ പോസ്റ്റുകളിലും സ്കെയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ ഒരു ഏതെങ്കിലും ഡിഗ്രി, ഇവർക്കൊരു സ്പെഷ്യലൈസേഷനും വേണ്ട, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഏതെങ്കിലും ഡിഗ്രി മതി. ആ ഡിഗ്രിക്ക് ആയിട്ട് കയറുന്ന വ്യക്തി ഇത്രയും പ്രൊമോഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ശരിക്കും അവർ ഗിന്നസ് ബുക്കിൽ തന്നെ ചേരേണ്ടവരാണ്. ഇനി ഇവരുടെ ആക്ടിവിറ്റീസ് എന്താണ്? സെക്രട്ടേറിയറ്റിലെ ഓഫീസേഴ്സിൻ്റെ, സെക്ഷൻ ഓഫീസർ തൊട്ട് സ്പെഷ്യൽ സെക്രട്ടറി വരെയുള്ള ഓഫീസേഴ്സിൻ്റെ ആക്ടിവിറ്റീസ് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ശരിക്കും സെക്രട്ടേറിയറ്റാണ് ഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്രം. അവിടെ ഓരോ വകുപ്പിനും ഓരോ സെക്രട്ടേറിയറ്റ് ഉണ്ട്. അഗ്രികൾച്ചർ സെക്രട്ടേറിയറ്റ് ഉണ്ട്, ആനിമൽ ഹസ്ബൻഡറി സെക്രട്ടേറിയറ്റ് ഉണ്ട്, ഹെൽത്ത് സെക്രട്ടേറിയറ്റ് ഉണ്ട്. ഈ ഓരോ സെക്രട്ടേറിയറ്റിൻ്റെയും പരമാധികാരി എന്ന് പറയുന്നത് ആ വകുപ്പിൻ്റെ, ആ സെക്രട്ടറിയിലെ സെക്രട്ടറിയാണ്. ആ സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു സീനിയർ IAS-കാരനായിരിക്കും ഒരു വകുപ്പിൻ്റെ സെക്രട്ടറി. അതൊന്നെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കും, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കും. 10, 20, 25 വർഷം സർവീസുള്ള ഒരു IAS-കാരനായിരിക്കും ഓരോ വകുപ്പിൻ്റെയും സെക്രട്ടറി. ആ സെക്രട്ടറിയുടെ പ്രധാനപ്പെട്ട അധികാരങ്ങളും ജോലികളും എന്ന് പറയുന്നത്, നമ്മൾക്ക് ഒരു അഗ്രികൾച്ചർ സെക്രട്ടറിയുടെ കാര്യം തന്നെ എടുക്കാം. അഗ്രികൾച്ചർ സെക്രട്ടറിയാണ് കൃഷി സംബന്ധിച്ച പുതിയ നയങ്ങൾ രൂപീകരിക്കുന്നത്. ക്യാബിനറ്റുമായിട്ടും അഗ്രികൾച്ചർ ഡയറക്ടറുമായിട്ടും ഒക്കെ ആലോചിച്ച് പുതിയ നയങ്ങൾ രൂപീകരിക്കുക, അതിനനുസരിച്ചുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക, ക്യാബിനറ്റിൻ്റെ നിയമങ്ങൾ ഉണ്ടാക്കുക, അതനുസരിച്ചുള്ള ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യുക. അതുപോലെ തന്നെ ഈ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒത്തിരി ഗസറ്റഡ് ഓഫീസേഴ്സ് ഉണ്ട്. സെക്കൻഡ് ഗസറ്റഡ് പോസ്റ്റ് തൊട്ടുള്ള
ഓഫീസേഴ്സിൻ്റെയൊക്കെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വർക്കുകൾ ചെയ്യുക, അവരുടെ പ്രൊമോഷൻസ്, അവരുടെ ട്രാൻസ്ഫർ, അവരുടെ ഡിസിപ്ലിനറി ആക്ഷന്, ഈ അധികാരങ്ങളെല്ലാം വെസ്റ്റ് ചെയ്തിരിക്കുന്നത് അഗ്രികൾച്ചർ സെക്രട്ടറിയിലാണ്. അപ്പോൾ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരമാധികാരിയാണ്. ആ അഗ്രികൾച്ചർ സെക്രട്ടേറിയറ്റിലെ അധികാരങ്ങളുടെ 95% അതിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് സെക്രട്ടറിയിലാണ്. സെക്രട്ടറി ഈസ് ദി ഓൺലി ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ഇൻ ദാറ്റ് സെക്രട്ടേറിയറ്റ്. പുള്ളിയുടെ അപ്രൂവൽ ഇല്ലാതെ ഒരു തീരുമാനങ്ങളും ഒരു മേജർ ഡിസിഷനും എടുക്കാൻ അതിൻ്റെ താഴെയുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറിക്കോ ഡെപ്യൂട്ടി സെക്രട്ടറിക്കോ അണ്ടർ സെക്രട്ടറിക്കോ ഒന്നും അധികാരമില്ല. ശരിക്കും പറഞ്ഞാൽ ആ അഗ്രികൾച്ചർ സെക്രട്ടറിയാണ്. അഗ്രികൾച്ചർ എന്ന് പറയുന്ന ആ അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠ സെക്രട്ടറിയാണ്. പിന്നെ അവിടെ അഡീഷണൽ സെക്രട്ടറിയും ഡെപ്യൂട്ടി സെക്രട്ടറിയൊക്കെ ഉണ്ട്. അവരൊക്കെ വെറും ശാന്തിക്കാരും ഉപശാന്തിക്കാരും മേൽശാന്തിയും കീഴ്ശാന്തിയും എന്നൊക്കെ അല്ലാതെ അവർക്ക് കാര്യമായിട്ടുള്ള അധികാരങ്ങളൊന്നും വെസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ അവരുടെ ഈ താഴെയുള്ള സെക്രട്ടേറിയറ്റിലെ സപ്പോർട്ടിംഗ് സ്റ്റാഫിൻ്റെ ജോലി എന്താണ്? ഈ അഡീഷണൽ സെക്രട്ടറിയുടെയും ഡെപ്യൂട്ടി സെക്രട്ടറിയുടെയും മറ്റും ജോലി വളരെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ് സെക്രട്ടറിക്കുള്ളത്. ഈ പറഞ്ഞ ഒത്തിരി ഫയലുകൾ കൈകാര്യം ചെയ്യേണ്ടി വരും. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പം ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വളരെ ഫയലുകളായിരിക്കും, ഗവൺമെൻറ്റിൽ നിന്നുള്ള ഫയലുകളെത്തും, മറ്റ് പല സെക്രട്ടറിമാരുടെ ഫയലുകളെത്തും. അപ്പം ഒത്തിരി കൂടുതൽ കറസ്പോണ്ടൻസസ് എത്തുന്നതാണ് ഓരോ സെക്രട്ടേറിയറ്റും. അപ്പോൾ ആ കറസ്പോണ്ടൻസസിനെ മാനേജ് ചെയ്യുക, അത് ഫയലാക്കുക, അവരുടെ നോട്ട് എഴുതുക, ഫയല് പുട്ടപ്പ് ചെയ്യുക, സെക്രട്ടറിക്ക് പുട്ടപ്പ് ചെയ്യുക. സെക്രട്ടറിയാണ് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് ഒന്നും ഈ അഡീഷണൽ സെക്രട്ടറിക്കോ താഴെയുള്ള സ്റ്റാഫിനോ ഇല്ല. അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് മൊത്തമുള്ളത് സെക്രട്ടറിക്കാണ്. ഉദാഹരണം ഞാൻ പറയാം, ഞാൻ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടറായിരുന്നു. ഇപ്പോൾ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ 50 ലക്ഷം രൂപ വരെയുള്ള ഒരു പർച്ചേസാണ് ഡയറക്ടർക്ക് അതിനുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് ഉണ്ട്. 50 ലക്ഷം രൂപയിൽ കൂടുതൽ മുകളിലോട്ടുള്ള പർച്ചേസ് ആണെങ്കിൽ അത് സെക്രട്ടറിയുടെ പവേഴ്സിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ആ ഫയല് സെക്രട്ടറിക്ക് വിടും, വാട്ടർ റിസോഴ്സ് സെക്രട്ടറിക്ക് വിടും. ആ ഫയല് ചെല്ലുമ്പോൾ അവിടെ സെക്ഷൻ ഓഫീസർ തൊട്ട് പുട്ടപ്പ് ചെയ്ത് അഡീഷണൽ സെക്രട്ടറി വരെ കണ്ട് സെക്രട്ടറിക്ക് ഫയല് സബ്മിറ്റ് ചെയ്യും. ഇപ്പം ഞാൻ പറയാം, ഒരു 3 കോടി രൂപയുടെ റിഗ് പർച്ചേസ് ഉണ്ടെങ്കിൽ ഡയറക്ടർ അതിനുള്ള പ്രപ്പോസൽസ് എഴുതും. ഈ റിഗിൻ്റെ പർച്ചേസിൻ്റെ അതിൻ്റെ എല്ലാ ടെക്നിക്കൽ കാര്യങ്ങളും ടെൻഡറും കാര്യങ്ങളും എല്ലാം കാണും. ആ കാര്യങ്ങളിലൊന്നും ഈ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും അറിയാവുന്നവരല്ല അവിടെ ഇരിക്കുന്ന ഈ അഡീഷണൽ സെക്രട്ടറിയോ സ്പെഷ്യൽ സെക്രട്ടറി. അവർ ഫയല് അവർക്കതിൽ അത് ഡിനൈ ചെയ്യാനോ അത് റിജക്റ്റ് ചെയ്യാനുള്ള അധികാരം അവർക്കില്ല. അവർ ഫയല് പുട്ടപ്പ് ചെയ്യും സെക്രട്ടറിയാണ് ഈ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യണോ അതോ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് സെക്രട്ടറിയാണ്. അല്ലാതെ യാതൊരു പവറും ഇവർക്കില്ല. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സും ഈ പറഞ്ഞ സെക്രട്ടറി സ്റ്റാഫിന് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. എന്നിട്ടും അവർക്ക് ഇത്രയും വലിയ സ്കെയിൽസ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് വലിയ അത്ഭുതം. പിന്നെ നമ്മൾ ഇവരുടെ സ്കെയിലിനെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ സാങ്കേതിക ഓഫീസേഴ്സ്, മറ്റ് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, മെഡിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ചീഫ് കെമിക്കൽ എക്സാമിനേഴ്സ് ലാബുണ്ട്. ഇവിടെയുള്ള തസ്തികകളുമായിട്ട് ഒന്ന് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. കാരണം അപ്പോൾ സെക്രട്ടേറിയറ്റിലെ കൊലകൊമ്പൻ എന്ന് പറഞ്ഞാൽ സെക്രട്ടറി മാത്രമാണ്. അതിൻ്റെ താഴെയുള്ളവരൊന്നും കൊല പോലും ഇല്ലാത്ത കൊമ്പന്മാരാണ്. പക്ഷേ അവർ വലിയ പദവിയിൽ വലിയ സ്കെയിലിരിക്കുന്നു. പിന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ താഴെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലാണ് അതിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റാണ് അതിലെ കൊലകൊമ്പൻ. അപ്പോൾ ഈ 2 കൊലകൊമ്പന്മാർക്കിടയിൽ നിൽക്കുന്ന കൊമ്പന്മാർക്കൊന്നും കൊമ്പുള്ളതല്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അവർ വലിയ കൊമ്പന്മാരാണെന്ന് ഭാവിക്കും, അത്രമാത്രം. ഞാൻ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് സെക്രട്ടേറിയറ്റിലെ പോസ്റ്റുകളെ ഒന്ന് കമ്പയർ ചെയ്യും. അത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്കറിയാം, കേരളത്തിൽ കാസർഗോഡ് വരെ തിരുവനന്തപുരം വരെയുള്ള ഓരോ പഞ്ചായത്തിലും അഗ്രികൾച്ചർ ഓഫീസറുകളുണ്ട്.
അതുകൊണ്ട് 2000-ഓളം ഗസറ്റഡ് ഓഫീസേഴ്സ് വർക്ക് ചെയ്യുന്നതാണ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്. ആ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ മിനിമം അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? BSc അഗ്രികൾച്ചർ. 4 വർഷത്തെ പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞ് വരുന്നവരാണ് ഇതിൻ്റെ അഗ്രികൾച്ചർ ഓഫീസേഴ്സായിട്ട് കയറുന്നത്. നമുക്കറിയാം, പഴയ കാലത്ത് ഒരു 10-25 വർഷം മുമ്പ് ഏറ്റവും സ്റ്റുഡൻസ് ആഗ്രഹിക്കുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് MBBS, BVSc ബാച്ചുലർ ഓഫ് വെറ്ററിനറി സയൻസ്, പിന്നെ BSc അഗ്രികൾച്ചർ. ഈ 3 ബ്രാഞ്ചിനാണ് ഏറ്റവും വലിയ പിടി. അപ്പോൾ 1.5 ലക്ഷം പേര് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ 150 പേർക്ക് 3-4 മെഡിക്കൽ കോളേജിലായിട്ട് 150-200 പേർക്ക് MBBSൽ കിട്ടും. പിന്നെ ഒരു 10-150 പേർക്ക് BSc അഗ്രികൾച്ചർ പേർക്ക് കിട്ടും, 100 പേർക്ക് BVSc കിട്ടും. അതായത് 1.5 ലക്ഷം പേരിൽ ഏറ്റവും മിടുക്കന്മാർ, ഏറ്റവും ക്രീം ഓഫ് ക്രീംസ് ആയിട്ട് 450 പേരാണ് അന്ന് ഈ പ്രൊഫഷണൽ കോളേജുകളിൽ കയറുന്നത്. അപ്പം അങ്ങനെ പ്രൊഫഷണൽ കോളേജിൽ കയറി അവിടുന്ന് BSc ഒക്കെ നല്ല മെറിറ്റിൽ പാസ്സാക്കി PSCയുടെ റിട്ടൺ ടെസ്റ്റും ഇൻ്റർവ്യൂവും പാസ്സാക്കി അതിൽ ഫസ്റ്റ് റാങ്കിൽ കയറുന്നവനാണ് അഗ്രികൾച്ചറിൻ്റെ ഡയറക്ടറായിട്ട് 10-25-30 വർഷം കഴിഞ്ഞാകുന്നത്. അപ്പോൾ അവൻ്റെ പ്രൊഫഷണൽ സ്റ്റാറ്റസ് ഒരു സ്പെഷ്യൽ സെക്രട്ടറിയെക്കാട്ടിലും ഒരു അഡീഷണൽ സെക്രട്ടറിയെക്കാട്ടിലും എത്രയോ മുകളിലാണെന്ന് നമ്മൾ ആലോചിക്കണം. അതുപോലെ അയാൾ കയറുമ്പം തന്നെ 25 വയസ്സിൽ സർവീസിൽ കയറുമ്പം തന്നെ ഒരു ഓഫീസിൻ്റെ ഹെഡാണ്, പഞ്ചായത്ത് കൃഷിഭവൻ്റെ ഹെഡാണ്. അയാളുടെ കീഴിൽ 4-5 കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ കുറച്ചുകൂടെ വലിയ ഓഫീസിൻ്റെ ഹെഡാവും, അസിസ്റ്റൻറ്റ് ഡയറക്ടറാവും, പിന്നെ ഡെപ്യൂട്ടി ഡയറക്ടറാവും, പിന്നെ ജോയിൻറ്റ് ഡയറക്ടറാവും. ജോയിൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ കൃഷിയുടെ ജില്ലാ ഓഫീസറാണ്. അയാളുടെ കീഴിൽ ഒരു 100-120 ഗസറ്റഡ് ഓഫീസേഴ്സ് പഞ്ചായത്ത് കൃഷി ഓഫീസേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴേ അത്രയും പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനുള്ള അത്രയും ഒരു ഹൈ പ്രൊഫൈലുള്ള അഗ്രികൾച്ചർ ഡയറക്ടർക്ക് കൊടുക്കുന്ന ശമ്പള സ്കെയിൽ എന്ന് പറയുന്ന ഒരു ക്ലാർക്ക് മൂത്ത ഒരു സ്പെഷ്യൽ സെക്രട്ടറിക്ക് കൊടുക്കുന്ന ശമ്പള സ്കെയിലിൽ പോലുമില്ല. അതായത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ 1,29,000 തുടങ്ങുന്ന സ്കെയിൽ ഓഫ് പേ ഇല്ല. ഈ അഗ്രികൾച്ചർ ഡയറക്ടർക്ക് കൊടുക്കുന്നത് അഡീഷണൽ സെക്രട്ടറിയുടെ 1,23,700 തുടങ്ങുന്ന സ്കെയിൽ ഓഫ് പേ ആണ്. എത്രയോ ലജ്ജാവഹമാണിത്. 25-28 കൊല്ലം ഗസറ്റഡ് പോസ്റ്റ് ഇരുന്ന് പല ഗസറ്റഡ് പോസ്റ്റുകൾ ഇരുന്ന് പല ഓഫീസ് മാനേജ് ചെയ്ത് ജോയിൻറ്റ് ഡയറക്ടറായിട്ട് അഡീഷണൽ ഡയറക്ടറായിട്ട് മാനേജ് ചെയ്ത് പ്രൊഫഷണൽ ഡിഗ്രിയുള്ള അഗ്രികൾച്ചർ ഡയറക്ടർക്ക് കൊടുക്കുന്ന ശമ്പള സ്കെയിൽ എന്ന് പറയുന്ന സെക്രട്ടേറിയറ്റിലുള്ള 70 പോസ്റ്റുകളുടെ അഡീഷണൽ ഡയറക്ടറിൽ ആ സ്കെയിലാണ് കൊടുക്കുന്നത്. ഇത് അവിടുത്തെ മാത്രമല്ല, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലും BVSc കാരനാണ് ഡയറക്ടറാകുന്നത്. 4 വർഷം പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞ് ഇത്ര മിടുമിടുക്കമായ സർവീസ് കയറി 4 കൊല്ലം കഴിഞ്ഞിരുന്ന് അവിടെ 1900-ഓളം ഗസറ്റഡ് ഓഫീസേഴ്സ് ഉണ്ട്. അയാളും പഞ്ചായത്ത് ആനിമൽ ഹസ്ബൻഡറി ഡിസ്പെൻസർ തൊട്ട് അഡീഷണൽ ഡയറക്ടർ വരെ പല പോസ്റ്റുകളിൽ 10, 25, 30 വർഷം ഗസറ്റഡ് സർവീസിൽ ഇരുന്ന് കഴിഞ്ഞ് അയാൾ ഡയറക്ടറായാൽ അയാൾക്ക് കൊടുക്കുന്ന സ്കെയിലും ഈ സ്പെഷ്യൽ സെക്രട്ടറിയുടെ ക്ലാർക്ക് ചെയ്യേണ്ട സ്പെഷ്യൽ സെക്രട്ടറിയുടെ സ്കെയിൽ കൊടുക്കുന്നില്ല. അയാൾക്ക് കൊടുക്കുന്ന സ്കെയിൽ ഓഫ് പേയും ഈ അഡീഷണൽ സെക്രട്ടറിയുടെ സ്കെയിൽ ഓഫ് പേ ആണ് കൊടുക്കുന്നത്. അതുപോലെ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെയും പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച് എഞ്ചിനീയറിംഗ് പഠിച്ച് 4 വർഷം എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിച്ച് മിടുമിടുക്കന്മാരാണ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറുന്നത്. അവിടെ ഹാർബർ എഞ്ചിനീയറിംഗിൽ ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായിട്ട് കഴിഞ്ഞാൽ അയാൾ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, സൂപ്രണ്ടിങ് എഞ്ചിനീയർ. അപ്പോൾ ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സും ഫിനാൻഷ്യൽ പവേഴ്സും ഒക്കെ ഉണ്ട്. അങ്ങനെ സൂപ്രണ്ടിങ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഹാർബർ എഞ്ചിനീയറിംഗിൻ്റെ ഡയറക്ടറായാൽ അയാൾക്കും ഈ പറഞ്ഞ സ്പെഷ്യൽ സെക്രട്ടറിയുടെ 1,29,300 തുടങ്ങുന്ന സ്കെയിൽ ഓഫ് പേ കൊടുക്കില്ല. അയക്കും കൊടുക്കുന്ന സ്കെയിൽ ഓഫ് പേ ഈ പറഞ്ഞ അഡീഷണൽ സെക്രട്ടേറിയറ്റിൽ 70 പോസ്റ്റുകളുള്ള അഡീഷണൽ സെക്രട്ടറിയുടെ സ്കെയിലാണ്. അതായത് 1,23,700, 16,680.
ഇതിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നോക്കുക. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡയറക്ടർക്ക് മാത്രം ഏതായാലും ഒരു സ്പെഷ്യൽ സെക്രട്ടറിയുടെ സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ അഡീഷണൽ സെക്രട്ടറിമാരുടെ അവിടെ മൊത്തം ഏതാണ്ട് 3000-3500 ഗസറ്റഡ് ഓഫീസേഴ്സ്, അസിസ്റ്റന്റ് സർജന്മാർ തൊട്ട് മുകളിലോട്ടുണ്ട്. ആ 4000 പേർക്ക് ഒരു പോസ്റ്റ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ കൊടുത്തിരിക്കുന്നു. അതായത് സെക്രട്ടേറിയറ്റിൽ 15ഓളം പോസ്റ്റുകളുള്ളപ്പം ഒരു പോസ്റ്റ് കൊടുത്തിരിക്കുന്നു. അതുപോലെ അവിടെ അഡീഷണൽ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് അഡീഷണൽ ഡയറക്ടർ എന്ന് പറയുന്നത് അഡീഷണൽ സെക്രട്ടറിക്ക് ഇക്വലൻ്റ് ആണ്. അവിടെ 13 പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഏത് സെക്രട്ടേറിയറ്റിൽ 73 അഡീഷണൽ സെക്രട്ടറിയുടെ പോസ്റ്റ് ഉള്ളപ്പം ഹെൽത്തിൽ, അതായത് ഈ 77 പോസ്റ്റ് ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? 600 സെക്ഷൻ ഓഫീസേഴ്സിനെ 77 അഡീഷണൽ സെക്രട്ടറിയുടെ പോസ്റ്റ് ഉള്ളപ്പോൾ 4000-നടുത്ത് ഗസറ്റഡ് ഓഫീസേഴ്സ് ഉള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ആ സ്കെയിൽ ഓഫ് പേ കൊടുത്തിരിക്കുന്നവർക്ക് 13 അഡീഷണൽ ഡയറക്ടേഴ്സിനാണ് കൊടുത്തിരിക്കുന്നത്. ഹാർബർ എഞ്ചിനീയറിംഗിലും 150 ഗസറ്റഡ് ഓഫീസേഴ്സ് ഉണ്ട്. ആ 150 ഗസറ്റഡ് ഓഫീസേഴ്സ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനുള്ള ഡയറക്ടർക്ക്, എഞ്ചിനീയറിംഗ് ഡിഗ്രിയുള്ള ഡയറക്ടർക്ക് കൊടുത്തിരിക്കുന്ന സ്കെയിലും ഇതേ അവസ്ഥയാണ് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി ഡിപ്പാർട്ട്മെൻറ്റാണ്. പ്യുവർലി പ്രൊഫഷണലായിട്ട് വർക്ക്, ഗ്രൗണ്ട് വാട്ടർ ഇൻവെസ്റ്റിഗേഷൻ, ഗ്രൗണ്ട് വാട്ടർ മാനേജ്മെൻറ്റ് ആൻഡ് പ്ലാനിങ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ ഡെവലപ്മെൻറ്റ് നടത്തുന്ന ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ജിയോളജിസ്റ്റ് ഉണ്ട്, ഫിസിസ്റ്റ് ഉണ്ട്, കെമിസ്റ്റ് ഉണ്ട്. ജില്ലാ ഓഫീസുകൾ 14 ജില്ലകളിൽ ഓഫീസുണ്ട്. അവിടെയും ഡയറക്ടർക്ക് ഒരു സ്പെഷ്യൽ സെക്രട്ടറിയുടെ സ്റ്റാറ്റസ് കൊടുക്കാൻ അല്ലെങ്കിൽ സ്കെയിൽ ഓഫ് കൊടുക്കാൻ ഗവൺമെൻറ്റിന് താല്പര്യമില്ല. അവിടെയും അഡീഷണൽ സെക്രട്ടറിയുടെയും കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ജോയിൻറ്റ് സെക്രട്ടറിയുടെ സ്റ്റാറ്റസാണ് അവിടെയും ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ഡയറക്ടർ കൊടുത്തിരിക്കുന്നത്. എത്രയോ ലജ്ജാകരമാണെന്ന് നോക്കി. ഒരു ജോയിൻറ്റ് സെക്രട്ടറി, ഒരു സെക്ഷൻ ഓഫീസർ ജോയിൻറ്റ് സെക്രട്ടറി ആകാൻ കൂടി വന്നാൽ 10 വർഷത്തെ ഗസറ്റഡ് സർവീസ് മതി. ഒരു വെറും ഡിഗ്രി മാത്രമുള്ള ഒരു സെക്ഷൻ ഓഫീസർ 10 വർഷം കൊണ്ട് ജോയിൻറ്റ് സെക്രട്ടറി ആകും. അതേസമയം ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒന്നെങ്കിൽ ഡയറക്ടർ ആകുന്നുണ്ടെങ്കിൽ എഞ്ചിനീയർ ആകും, അല്ലെങ്കിൽ ജിയോളജിസ്റ്റ് ആകും. അപ്പം എഞ്ചിനീയറിംഗ് ഡിഗ്രിയുള്ള അസിസ്റ്റൻ്റ് എഞ്ചിനീയറായിട്ട് കയറി, അല്ലെങ്കിൽ MSc ജിയോളജിയുള്ള ജൂനിയർ ഹൈഡ്രോ ജിയോളജിസ്റ്റായി കയറി ഒരു ഗസറ്റഡ് ഓഫീസർ ഏതാണ്ട് 28 വർഷം സർവേ ചെയ്താൽ കിട്ടുന്ന സ്കെയിൽ ഓഫ് പേ ആണ് ഈ 1,18,700, 1,63,400. ഹീസ് എ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ സെക്രട്ടേറിയറ്റിലെ ഒരു ഗസറ്റഡ് ഓഫീസർക്ക് 10 കൊല്ലത്തെ ഗസറ്റഡ് സർവീസ് കൊണ്ട് കിട്ടുന്ന പ്രൊമോഷൻ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു പ്രൊഫഷണൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഓഫീസർക്ക് അതേ സ്കെയിലിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വകുപ്പ് തലവനാകണമെങ്കിൽ ഏതാണ്ട് 25 കൊല്ലത്തെ ഗസറ്റഡ് സർവീസ് വേണം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വളരെ ക്ലിയറാകുന്ന, ഞാൻ പറഞ്ഞ ശരിയാണെന്ന് എല്ലാവരും മനസ്സിലാക്കും. ലോകത്തിൽ ഇത് കേരളത്തിലെ മറ്റേ വേറെ ലോകത്തിലൊരിടത്തും, ഈവൻ ഇന്ത്യ സെൻട്രൽ ഗവൺമെൻറ് പോലും ഒരു ഡെപ്യൂട്ടി സെക്രട്ടറി വരെ ഉള്ളൂ അവിടുത്തെ ക്ലർക്കന്മാർക്ക് പ്രൊമോഷൻ സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ. ആ ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ പ്രൊമോഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സൂപ്രണ്ടിങ് എഞ്ചിനീയർക്ക് ഇക്വലൻ്റ് ആണ്. ഒരിക്കലും ചീഫ് എഞ്ചിനീയറുടെ, സെൻട്രലിലെ ചീഫ് എഞ്ചിനീയറുടെ ശമ്പള സ്കെയിലിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ശമ്പള സ്കെയിലിൻ്റെ അവിടുത്തെ ക്ലർക്കന്മാർക്ക് പ്രൊമോഷൻ ആവുന്നവർക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രയും ഹയർ സ്കെയിൽ ഓഫ് പേ, 1,29,300 തുടങ്ങുന്ന സ്കെയിൽ ഓഫ് പേ, അതും 15 നമ്പർ. അരിയാഹാരം കഴിക്കുന്ന വേറെ ഒരു നാട്ടിലും കാണത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇവരെ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റായിട്ട് കയറുന്നവരെ ഗിന്നസ് ബുക്കിൽ ചേർക്കണം. എനിക്ക് പിന്നെ പറയാനുള്ള ഒരു കാര്യം, ഭാവിയിൽ ഈ കേരളത്തിലെ മാതാപിതാക്കൾ, നിങ്ങൾ ഈ പിള്ളേരെ, മിടുക്കരെ പിള്ളേരെ എഞ്ചിനീയറാക്കണം, ഡോക്ടറാക്കണം എന്നും പറഞ്ഞ് നോക്കിയിട്ടൊരു കാര്യമില്ല. അവർ SSLCക്ക് നല്ല മാർക്ക് മേടിച്ചാലും, പ്രീ ഡിഗ്രിക്ക് നല്ല മാർക്ക് മേടിച്ചാലും, നിങ്ങൾ അവരൊരു ഡിഗ്രി എടുപ്പിച്ചിട്ട്, പൊളിറ്റിക്സിലോ ഹിസ്റ്ററിയിലോ വേദാന്തത്തിലോ ഒരു ഡിഗ്രി എടുപ്പിച്ചിട്ട് ഉടനെ തന്നെ അവരെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷ എഴുതിക്കുക. അവന് 25 വയസ്സിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയാലും ഒരു 45-50 വയസ്സിൽ അവന് കേരളത്തിലെ ഏറ്റവും വലിയ സ്കെയിൽ ഓഫ് പേ, സ്പെഷ്യൽ സെക്രട്ടറിയുടെ സ്കെയിൽ ഓഫ് പേ കിട്ടും. അപ്പം നിങ്ങളുടെ പിള്ളേരുടെ ടാലൻ്റ് ഒന്നും നോക്കണ്ട. ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ IAS കിട്ടിയെന്നിരിക്കുക.
പിന്നെ വെറുതെ നിങ്ങൾ ഇതിനു വേണ്ടി അവനെ തലകുത്തി ഇരുത്തി പഠിപ്പിച്ച് അവനെ മറ്റേ എൻട്രൻസ് എഴുതിച്ച് അവൻ്റെ തല പുണ്ണാക്കി അതിന് നല്ല റാങ്ക് മേടിച്ച് എൻജിനീയറിങ്ങിന് വിടുന്നു, മെഡിസിന് വിടുന്നു. ഇതുകൊണ്ടൊക്കെ കേരളത്തിൽ എന്ത് പ്രയോജനം? അല്ല പിന്നെ നിങ്ങളിപ്പം കേരളത്തിൽ നിർത്തരുത്, പിള്ളേരെയൊക്കെ അങ്ങ് വിട്ടേക്കണം. അത് തന്നെയാണല്ലോ ഇപ്പം നടക്കുന്നത്. ടാലൻ്റ് ഉള്ളവനൊന്നും ഇവിടെ നിൽക്കുന്നില്ല. അവനൊക്കെ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ആയിട്ട് പോവുകയാണ്. അവർക്കാരും വേണ്ട, ടാലൻ്റ് ഉള്ളവനോട് വേണ്ട. ഇതാണ് സർക്കാരിൻ്റെ നയമെങ്കിൽ അതായത് 1ാം ക്ലാസ് തൊട്ട് 9ാം ക്ലാസ് വരെ ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന മുടക്കന്മാരെ പിടിച്ച് ബാക്ക് ബെഞ്ചിലാക്കുക, ബാക്ക് ബെഞ്ചിലിരിക്കുന്നവരെ പിടിച്ച് ഫ്രണ്ട് ബെഞ്ചിലാക്കുക. ഇതാണ് സർക്കാരിൻ്റെ നയമെങ്കിൽ ടാലൻ്റ് ഉള്ള ഒരുത്തനും ഇവിടെ നിൽക്കില്ല. പിന്നെ നേരത്തെ ഒന്നും ഇതുപോലെ അല്ലായിരുന്നു സ്കെയിൽ ഓഫ് പേ. ഈ പറഞ്ഞ പ്രൊഫഷണൽ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സിന് അഡീഷണൽ സെക്രട്ടറിയെ കാട്ടിലും ഉയർന്ന ശമ്പള സ്കെയിൽ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു 15 വർഷം മുമ്പ്. അത് പിന്നെ ഈ സർക്കാർ ഏതോ ഒരു സർക്കാർ അട്ടിമറിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ നാൾ വഴികൾ ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം.